ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ചാപ്റ്റർ 3 ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ്റെ കൺസെപ്റ്റ് ഓവർവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. കൺസെപ്റ്റ് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും കളേഴ്സിനെ കുറിച്ചും പിന്നെ നമ്മളുടെ വിഷനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് പല ഒബ്ജക്റ്റിൻ്റെയും കളറുകൾ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ കളറുകൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും. ഒന്ന് നമ്മുടെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ആ ലൈറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലേ, വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അത് 7 കളേഴ്സ് കൊണ്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയതാണ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ഓരോ ഒബ്ജക്റ്റിൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിനൊരു കളർ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെഡ് ഒബ്ജക്റ്റാണ്. ഈ റെഡ് ഒബ്ജക്റ്റിൽ വൈറ്റ് ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ റെഡ് കളറാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വൈറ്റ് കളർ സർഫേസ് എടുത്ത് നോക്കുക. വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് ലൈറ്റിലും 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ഒബ്ജക്റ്റിൽ വന്നിട്ട് ഇൻസിഡൻ്റ് ആവുമ്പോൾ ഈ വൈറ്റ് ലൈറ്റിലുള്ള എല്ലാ കളേഴ്സും ആണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ എടുത്തു, ബ്ലാക്ക് കളർ ഒബ്ജക്റ്റ് എടുത്തു. ബ്ലാക്ക് കളർ ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിലെന്താണ്, എല്ലാ കളറും ഇവിടെ അബ്സോർബ് ചെയ്യാണ്. ഒരു ലൈറ്റും നമുക്ക് എന്ത് ചെയ്യാനില്ല, റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കളറുകൾ, ഡിഫറെൻറ്റ് കളറുകളിനെ കാണുന്നത്? സെയിം ലൈറ്റ് ഓരോ ഒബ്ജക്റ്റിൽ വന്നിട്ട് പതിക്കുമ്പോഴും ആ ഒബ്ജക്റ്റിൻ്റെ കളറാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈറ്റ് ലൈറ്റിൽ നിന്നും ഇതുപോലെ റിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നത് പ്രിസമാണ്. പ്രിസം നമുക്കറിയാം എന്താണ്. പ്രിസത്തിലൂടെ നമ്മളിപ്പോൾ ഒരു ലൈറ്റ് റേസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിലേക്കാണ് എന്താവുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ്. നമ്മൾ ഈ സൺലൈറ്റ് എന്ന് പറയുന്ന പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക, സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിലൂടെ എന്തുകൂടി മനസ്സിലായിട്ടുണ്ട്, ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്ന ഈ വിബ്ജിയോർ, അപ്പോൾ മൊത്തത്തിലുള്ള ഈ കോമ്പിനേഷനാണ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫിനോമിനനെ നമ്മൾ എന്താ പറയുക, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. അതായത് ഒരു ലൈറ്റ് എന്ന് പറയുന്നത് പല കോമ്പോണൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു ഫിനോമിനാണ് എന്ത്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ പല കളേഴ്സും ഡീവിയേറ്റ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കും, ഓരോ കളറിൻ്റെയും വേവ് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് ഉണ്ട്, അതുപോലെ തന്നെ വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ നമുക്ക് കുറച്ച് കളേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ കളേഴ്സ് ഒന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല പോയിരിക്കുന്നത് അല്ലേ, ഓരോന്നും ഓരോ രീതിയിലാണ് ഡീവിയേറ്റ് ആയി പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, വേവ് ലെങ്ത് ആണ് കാരണം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഇതിൻ്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആരാണ്, ഈ വയലറ്റ് കളറാണ്. അതുപോലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഈ റെഡ് കളറിനും ആണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നമ്മൾ കളേഴ്സിൻ്റെ വേവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതിൽ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ള കളറാണ്. അതുപോലെ തന്നെ വയലറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ് വയലറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൺലൈറ്റ് നമ്മുടെ പ്രിസത്തിലേക്ക് പാസ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഡിസ്പേർഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഡിസ്പേർഷൻ സംഭവിച്ചതിൽ ഇതിൽ ഏറ്റവും കുറവ് ഡീവിയേറ്റ് ആയത് റെഡ് കളറാണ്, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ആയി പോയത് വയലറ്റ് കളറുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് എല്ലാം ലെസ് ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് എല്ലാം മോർ ഡീവിയേഷൻ അല്ലെങ്കിൽ മോർ ഡീവിയേറ്റ് ആയി പോകുന്നതാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെയിൻബോ ഫോർമേഷനാണ്. അപ്പോൾ റെയിൻബോ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3
ഫിനോമിനൻ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് റെയിൻബോ. അപ്പോൾ ഇതൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു റെയിൻ ഡ്രോപ്പ് ആണ്. ഈ റെയിൻ ഡ്രോപ്പിൽ ആദ്യം നമ്മുടെ സൺലൈറ്റ് വന്ന് ഇവിടെ ഇൻസിഡൻ്റ് ആവുന്നുണ്ട്. ദെൻ ഈ റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ്, വേറൊരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ എന്ന ഫിനോമിനനാണ് ആദ്യം സംഭവിക്കുന്നത്. ദെൻ ആ റെയിൻ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ ഡിസ്പേർഷൻ സംഭവിക്കും. ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഈ വൈറ്റ് ലൈറ്റ് റിഫ്രാക്റ്റായി അതിനുശേഷം 7 കളറാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ദെൻ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെ റിഫ്ലക്റ്റ് ആവുന്നതിനെ നമ്മൾ എന്തായിരിക്കും പറയുക, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. ഈ റിഫ്ലക്റ്റ് ആയ സാധനം വീണ്ടും ഈ റെയിൻ ഡ്രോപ്പ് എന്ന മീഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മറ്റൊരു മീഡിയത്തിലേക്ക്. അപ്പോൾ വീണ്ടും ഇവിടെ റിഫ്രാക്റ്റ് ആവും. അങ്ങനെയാണ് നമുക്കൊരു റെയിൻബോ ഫോം ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് റെയിൻബോൻ്റെ മൊത്തത്തിലുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് മൊത്തം എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്തത് റീകോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ് ആണ്. അതായത് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു പ്രിസം വെച്ചു, ആ പ്രിസത്തിൽ നിന്ന് നമുക്ക് ഡിസ്പേഴ്സ്ഡ് ലൈറ്റ് മറ്റൊരു പ്രിസത്തിലേക്ക് അതേപോലെ തന്നെ മറ്റൊരു പ്രിസത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് ഈ എല്ലാ കളേഴ്സും റീകമ്പൈൻ ആയിട്ട് ഒരു വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യും. വീണ്ടും അത് പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, 7 കളറായിട്ട് വീണ്ടും ഡിസ്പേഴ്സ് ആയി മാറും. അപ്പോൾ അതാണ് റീകോമ്പിനേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വിസിബിൾ ലൈറ്റായ സൺലൈറ്റിൻ്റെ ഒപ്പം തന്നെ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് പോലുള്ള റേഡിയേഷൻസും കൂടി ഉണ്ട്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് റേസ് അതുപോലെ തന്നെ ഇൻഫ്രാറെഡും എന്തിൻ്റെ കൂടെ പാർട്ടാണ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൽ കാണാത്തത് ഇൻവിസിബിളും വിസിബിളും ആയിട്ടുള്ള ഇതുപോലത്തുള്ള റേഡിയേഷൻസ്, റേസ്, അതിൻ്റെ എല്ലാം വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ആ ഒരു റെയിൻബോ വിബ്ജിയോർ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള കോസ്മിക് റേ, ഗാമ റേസ്, എക്സ് റേസ് അപ്പോൾ തുടങ്ങിയവയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കളേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറയുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റിൻ്റെ പ്രൈമറി കളേഴ്സാണ്. അതായത് ഈ 3 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാവുന്നത് സെക്കൻഡറി കളേഴ്സാണ്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. അതായത് ഇവിടെ യെല്ലോ, സിയൻ, മജന്ത ഇവരാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടും. ബ്ലൂവും ഗ്രീൻ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സിയൻ എന്ന് പറയുന്ന കളർ കിട്ടും. ബ്ലൂവും റെഡും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മജന്ത എന്ന് പറയുന്ന കളർ കിട്ടും. അപ്പോൾ ഇതാണ് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി കളേഴ്സിൻ്റെ പെയർസും നമുക്ക് എന്ത് ഫോം ചെയ്യും, വൈറ്റ് ലൈറ്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സിയൻ, മജന്ത ആൻഡ് യെല്ലോ എന്ന് പറയുന്നത് ഡൈസിൻ്റെ കേസിൽ, അതായത് കളേഴ്സിൻ്റെ കേസിലല്ല, ഡൈൻ്റെ കേസിൽ ഈ സിയൻ, മജന്ത, യെല്ലോ എന്ന് പറയുന്നവർ പ്രൈമറി കളേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പറയാനുള്ളത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സൗണ്ട് വേവ്സിൻ്റെ ചാപ്റ്ററിൽ ഒരു പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ സൗണ്ട് പോയതിന് ശേഷം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്ന പോലെ. അപ്പോൾ സിമിലർ ടു ദാറ്റ് ആണ് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ആ ഒരു നമ്മൾ കണ്ണിൽ കണ്ട ആ കാഴ്ച, ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മളുടെ ബ്രെയിനിൽ ഒരു 1/16th സെക്കൻഡ് വരെ കണ്ടിന്യൂ ആവുന്ന, ആ ഒബ്ജക്റ്റിൻ്റെ ആ വിഷ്വൽ എക്സ്പീരിയൻസ് കണ്ടിന്യൂ ആവുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അനിമേഷനിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു വ്യൂ ഡിസപ്പിയർ ചെയ്തതിന് ശേഷവും എന്താണ്, ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കണ്ട ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് സ്റ്റിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും ഒരു 1/16th സെക്കൻഡിൽ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ.
അപ്പോൾ നിങ്ങളിവിടെ ഒരു ഡിസ്ക് കാണുന്നുണ്ടാവും. ഈ ഡിസ്കിൻ്റെ പേരാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്താണ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഒരു 7 കളേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ 7 കളേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താവുമ്പോൾ അത് വൈറ്റ് കളർ ഫോം ചെയ്യുന്നതും കാണുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആവുന്നത്? അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ കളർ കാണുന്ന സമയത്തും ഇതിൻ്റെ ഈ ഓരോ കളറിൻ്റെ ഇംപ്രഷൻ നമ്മുടെ ബ്രെയിനിൽ 1/16th സെക്കൻഡ് വരെ ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ അത് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ഇമേജ് കാണുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു കളർ കാണുമ്പോൾ ആ മറ്റേ ഓൾഡ് വണ്ണിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂ ആയ ഒരു ഇല്യൂഷൻ പോലെ ഇതെന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 7 കളർ പോയി ഒരു വൈറ്റ് ലൈറ്റ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ, പ്രൈമറി കളറിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിൽറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഇവരുടെ ഫിൽറ്റർ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കളേഴ്സ് ഏതൊക്കെയായിരിക്കും ചോദിച്ചാൽ ബ്ലൂ മാത്രമായിരിക്കും ഇതിലൂടെ ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, കാരണം ബാക്കി കളേഴ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ കളറ് തിരിച്ച് ഒബ്സർവറിൻ്റെ കണ്ണിലേക്ക് എത്തുന്നത്, ബാക്കി നോ ലൈറ്റ് എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സെക്കൻഡറി കളറിൻ്റെ ഫിൽറ്ററാണ്. അപ്പോൾ സെക്കൻഡറി കളർ എന്ന് പറയുന്നത് ഈ മജന്ത, യെല്ലോ, സിയൻ അവരൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ്. അപ്പോൾ അവരുടെ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പണൻറ്റ് കളേഴ്സ് മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവും. കോമ്പണൻറ്റ് കളർ എന്ന് പറഞ്ഞാൽ മജന്ത എന്ന് പറയുന്നത് റെഡും ബ്ലൂവും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു സെക്കൻഡറി കളറിൻ്റെ ഫിൽറ്റർ വെക്കുക എന്നുണ്ടെങ്കിൽ വൈറ്റ് ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെഡും അതുപോലെ തന്നെ ബ്ലൂ കളേഴ്സും ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്പാക്ക് ഒബ്ജക്ട്സിൽ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് എന്താണ് ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? അതായത് ലൈറ്റിനെ കടത്തിവിടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ അപ്പുറത്തെ സൈഡിലേക്ക് കടത്തിവിടാൻ പറ്റുന്നതാണ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഇവിടെ നമ്മൾ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ഇതിൽ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കളറായിരിക്കും കാണുന്നുണ്ടാവുക? തിരിച്ച് റെഡ് കളർ ആയിരിക്കും റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കളർ ഓഫ് ദി ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഈക്വൽ ടു ലൈറ്റ് റിഫ്ലക്റ്റഡ്. അപ്പോൾ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് ആണ്, അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ കളർ എന്താണ്? റെഡ് കളറാണ്. ഇനി അതേപോലെ തന്നെ ഒരു സെക്കൻഡറി കളറുള്ള ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു സെക്കൻഡറി കളറുള്ള ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. മജന്ത കളറിൽ ഒരു ബോളാണെന്ന് ഇരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ നമ്മുടെ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് എന്തായിരിക്കും? റെഡും അതുപോലെ തന്നെ ബ്ലൂ കളർ ലൈറ്റ് ആയിരിക്കും പോകുന്നുണ്ട്. അതായത് മജന്ത എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ അതിൽ എന്ത് 2 കളേഴ്സാണുള്ളത്? ആക്ച്വലി റെഡ് കളറും ബ്ലൂ കളറുമാണ് ഉള്ളത്. അപ്പോൾ അതായിരിക്കും ഒബ്സർവറിൻ്റെ കണ്ണിൽ വന്ന് പതിക്കുന്നുണ്ടാവുക. ഇനി അടുത്തത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് സർഫേസിൽ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആവുകയെന്നുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതല്ല ഒരു ബ്ലാക്ക് സർഫേസിലാണ് വിസിബിൾ ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ എല്ലാ കളറും അത് അബ്സോർബാണ് ചെയ്യുന്നത്. ഒരു കളേഴ്സും റിഫ്ലക്റ്റ് ചെയ്യില്ല. പിന്നെ വരുന്നത് എന്താണ്? സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ദ ലൈറ്റ് എന്ന് വേണം പറയാൻ. അതായത് ലൈറ്റ് ഒരു പാർട്ടിക്കിളുടെ മേലെ ഇൻസിഡൻ്റ് ആവുന്ന സമയത്ത് ലൈറ്റ് കണ്ടോ, ഇത് ലൈറ്റ് മൊത്തത്തിൽ ഡിസ്പേഴ്സ് അതായത് സ്കാറ്റർ ചെയ്ത് പോകുന്നതാണ്. ആ സ്കാറ്ററിങ് എന്തുകൊണ്ടാണ് നടക്കുന്നത് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ് കാരണമാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റിൽ നോട്ട് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സ് കൂടുതൽ സ്കാറ്ററിങ് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സാണ് ഇവരെല്ലാവരും. മറ്റത് ലെസ് സ്കാറ്ററിങ് ആണ്. ഏതാണ്? റെഡ് കളർ എന്ന് പറയുന്നത്. കാരണം അതിനെന്തായിരിക്കും? ലോങ്ങർ വേവ് ലെങ്ത് ആണ്. പിന്നെ പറയാനുള്ള ഒരു മെയിൻ കൺസെപ്റ്റാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെ ലൈറ്റ് സ്കാറ്റേർഡ് ആയിട്ട് പോവും എന്നാണ് പറയാനുള്ളത്. അതായത് ഇതൊരു നോർമൽ
സൊല്യൂഷനാണ്, അതായത് വെള്ളം പ്ലസ് ഷുഗർ ഉള്ള ഒരു സൊല്യൂഷനാണ്. ഇത് വാട്ടർ പ്ലസ് ഫ്ലോർ ഉള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ ഇപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ലൈറ്റ് ഈ ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്കാറ്ററിങ്ങും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ള പാർട്ടിക്കിൾസ് ആണ് കാരണം. ഇവിടുത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അപ്പോൾ ലെസ് സ്കാറ്ററിങ് ആണ് നടക്കുക. പക്ഷേ ഇവിടെ ഉള്ളത് എന്താണ്, വാട്ടർ പ്ലസ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു സസ്പെൻഷനാണ്. അപ്പോൾ ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരുപാട് ലാർജർ പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ലാർജർ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ സ്കാറ്റേർഡ് ലൈറ്റ് ഒരുപാട് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളറായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള കളേഴ്സാണ് ബ്ലൂവും ഇൻഡിഗോ വയലറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളവരാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. ആൻഡ് മാക്സിമം സ്കാറ്ററിങ് വരുന്നത് ഇവർക്കാണ്. ഇവരൊക്കെ ലോങ് വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ, കമ്പാരിറ്റീവ്ലി ഗ്രീനൊക്കെ കുറച്ച് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ സ്കാറ്ററിങ് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ബ്ലൂ കളറായിട്ട് കാണാനായിട്ട് പറ്റും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഈ സൺറൈസ് സമയത്തും സൺസെറ്റ് സമയത്തും സൺ എങ്ങനെയാണ് റെഡിഷ് യെല്ലോ കളറിലുള്ളത് എന്ന് നമുക്ക് അറിയാം. അതായത് സൺറൈസും സൺസെറ്റ് സമയത്തും സൺലൈറ്റ് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വേണം അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരാൻ. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന സമയത്ത് അതായത് ഈ സൺസെറ്റും സൺറൈസ് സമയത്തും നൂണിൽ പാസ് ചെയ്ത് വരുന്നതിനേക്കാളും 30-40 ടൈംസ് കൂടുതലായിരിക്കും ഇവരിൻ്റെ ആ ഒരു പാത്ത് എന്ന് പറയുന്നത്. ഏത് സമയത്ത്, സൺറൈസും സൺസെറ്റ് സമയത്തും. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ആ സമയത്ത് വെർച്വലി ബ്ലൂ ഗ്രീൻ കളേഴ്സ് എല്ലാം സ്കാറ്റേർഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഈ റെഡിഷ് ഹ്യൂസ് ആണ്. അപ്പോൾ ഓൾറെഡി ബ്ലൂവും ഗ്രീൻ കളേഴ്സും സ്കാറ്റേർഡ് ഔട്ടായി, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഈ റെഡിഷ് ഹ്യൂ കളറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സണ്ണ് റെഡ് കളറായിട്ടും യെല്ലോയിഷ് ആയിട്ടും ഓറഞ്ച് ആയിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ലെസ് സ്കാറ്ററിങ് ആണ് ഈ കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും വേണം. അതൊക്കെ കൊണ്ട് സൺ എന്തായിരിക്കും, റെഡ് കളർ ആയിരിക്കും, യെല്ലോ ആയിരിക്കും, സംടൈംസ് ഓറഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് സീലിയറി മസിൽസ് ആണ്. ഇവർ കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഈ ഒരു ലെൻസിൻ്റെ കർവേച്ചർ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കണ്ണിൻ്റെ കർവേച്ചർ മാറുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ ഓരോ ഡിസ്റ്റൻസ് ഉള്ള സമയത്തും ഫോക്കസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഈ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നു, റിലാക്സ് ആവുന്നത്. അപ്പോൾ നോക്കൂ, ഏറ്റവും ദൂരത്തേക്ക് പോകുമ്പോൾ അത് ചുരുങ്ങി 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 ചെറുതാവുന്നു, അടുത്തേക്ക് വരുമ്പോൾ അത് റിലാക്സ് ആവുന്നു. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് ഈ ഒരു ലെൻസിൻ്റെ കർവേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി, അതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നിയറസ്റ്റ് പോയിന്റ് ഓഫ് എ ഹെൽത്തി ഐസ് ആണ്. അപ്പോൾ നോർമലി ഒരു നോർമൽ ഐസിന് 25 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നിയറസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നമ്മുടെ ഐസിന് ഏറ്റവും ഷാർപ്പായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഈ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം 25 സെൻറ്റിമീറ്റർ ആണ് ആവറേജ് എല്ലാ അഡൾട്ട്സിൻ്റെയും നിയറസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികളുടെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നിയറസ്റ്റ് പോയിന്റ് ഒക്കെ 10 to 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിഫക്ട്സ് ആണ്, രണ്ട് ഐ ഡിഫക്ട്സ് ആണ്. അതിൽ ആദ്യം വരുന്നത് മയോപ്പിയ എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ്, അതായത് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ, അതായത് ഒരുപാട് ദൂരത്ത് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റ് ഉള്ള ആളുകൾക്ക് കാണാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതൊരു ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ് ഈ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇപ്പോൾ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് റെറ്റിനേൻ്റെ എവിടെയായിരിക്കും, ഫ്രണ്ടിലായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അടുത്തൊരു ഡിഫക്റ്റ് ആണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ
അടുത്ത് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ അടുത്താണ് വെച്ചിരിക്കുന്നത്, പക്ഷേ റെറ്റിനേൻ്റെ ബാക്കിലായിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ഇവിടെ ഇമേജ് ഫോം ആവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. Question: The visible part of the electromagnetic spectrum ranges from dash to dash nanometers. Answer: 400 to 700. Question: White light is composed of dash colors. Answer: 7 colors. Question: The splitting of white light into its constituent colors is called dash. Answer: dispersion. Question: The bending of light as it passes from one medium to another is known as dash. Answer: refraction. Question: The color of an object is determined by the light it dash and not the light it absorbs. Answer: reflects. Next question: A red object appears red because it reflects dash light. Answer: red light. Question: The phenomenon of the sky appearing blue is due to dash of sunlight. Answer: scattering of sunlight. Question: The part of the eye that controls the amount of light entering is the dash. Answer: iris. Question: The transparent dome-shaped surface covering the front of the eye is the dash. Answer: cornea. And question: The retina contains two types of photoreceptor cells, rods and dash. Answer: cones. Question: Cones are responsible for dash vision. Answer: color vision. Question: Rods are more sensitive to dash and are used in dim lights. Answer: light. Question: The blind spot in the eye lacks dash cells. Answer: photoreceptor. Question: When white light passes through a prism, it bends because of dash of different wavelengths. Answer: different refractive indices. Question: Primary colors of light are red, green and dash. Answer: blue. Next question: Mixing all primary colors of light in equal proportion gives dash light. Answer: white light. Question: An object appears black when it dash all colors of light. Answer: absorbs. Question: Newton demonstrated that white light is made up of dash colors. Answer: 7. The defect of the eye where distant objects are seen clearly but near ones are blurry is called dash. Answer: hypermetropia. Question: The defect of the eye corrected using concave lenses is dash. Answer: myopia. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.